ഗൈസ്, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് ഡൂ 3 വാർസ്. ഇതിനകത്ത് പുതിയ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ പുതിയ അപ്ഡേഷൻ നോക്കാനാണ് പോകുന്നത് ഗൈസ്. ഈ ഗെയിം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇത് ഫ്രീ ആണ്. ഇത് നല്ല ക്വാളിറ്റി ഗെയിമുമാണ്. അതുപോലെ എൻ്റെ ഡ്രൈവിങ് ഇച്ചിരി മോശമാണ്. ഞാനിത് പണ്ടോട്ട് കളിക്കുന്നുണ്ട്, പിന്നെ ഇടയ്ക്കിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി. ഇപ്പം പുതിയ അപ്ഡേഷൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഇവിടെ നിന്ന് ഒരു പഴം കഴിച്ചിട്ട് പോവാം. ഓക്കെ, നമ്മളൊരു പഴം കളിച്ചിട്ട് ഇറങ്ങുകയാണ്. ഈ ഗെയിം നിങ്ങൾ പണ്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും ഇത് കളിക്കാൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ. കളിക്കാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഞാനിത് ഡൗൺലോഡ് ചെയ്തിട്ട് 2 ദിവസം കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനകത്ത് പുതിയതായിട്ടും എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് കണ്ടത് ഇതിനകത്ത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പം നമ്മുടെ പുതിയതായിട്ട് വന്നതൊക്കെയാണ്. റെയിൽവേ സ്റ്റേഷൻ അല്ല, ട്രെയിൻ. പുതിയതായിട്ട് ഇപ്പോൾ ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ എന്നത്തെ കൂട്ട് ഇവിടെ ഇങ്ങനെ 1 വേയുടെ കൂട്ട് എപ്പോഴൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എൻ്റെ വണ്ടി പോവുക. ആണ് ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേഷനിൽ ഇറങ്ങിയ ട്രെയിന്. അതിനകത്ത് നമുക്ക് കയറി സംസാരിക്കാനും പറ്റും. നിങ്ങൾക്ക് ഒരു 100 രൂപ കൊടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ 275 രൂപയുണ്ട്. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി പോവുകയാണ് ഗൈസ്. നമ്മൾ പോകുന്നത് ഐസ് സ്ഥലത്താണ്. അന്റാർട്ടിക്ക എന്നും പറയാം നിങ്ങൾക്ക്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് തിരിച്ചു പോകാൻ ഈ ട്രെയിൻ തന്നെയാണ് ഗൈസ്. നമ്മളിവിടെ വന്നിക്കുകയാണ് ഗൈസ്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഇവിടെ നമുക്ക് ആദ്യം വണ്ടിക്കോട്ട് പോകാം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ ദിവസമായി. ഇവിടെ ഞാനൊരു സാൻഡേ കണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്കിപ്പം ഈ വർദ്ധനി നമുക്ക് കുറേ സ്നോബോളും കിട്ടും. പിന്നെ ഇവിടെ ഒരു സാൻഡ് ഉണ്ട്. ആ സാൻഡുകൾ നമുക്കിത് ചെയ്യണം. ഞാൻ കുറേ നേരം കൊണ്ട് ട്രൈ ചെയ്യും, അത് പറ്റുന്നില്ല. ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഇച്ചിരി ഹാർഡാണ്. എന്നാലും നമ്മൾ ട്രൈ ചെയ്യും വീണ്ടും. അതുകൊണ്ട് വീണ്ടും ട്രൈ ചെയ്യുവാണ് ഗൈസ്. നമുക്ക് ഇന്നത്തെ സാൻഡ് പറയുന്ന വീട്ടിലെല്ലാം ഇത് പോസ്റ്റ് ചെയ്യാനാണ്. നമ്മൾ ഒരെണ്ണം കൊടുത്ത് നമ്മൾ കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു നാട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഇത് കൊടുത്തോട്ട് വരണം. ഇത് റിവേഴ്സ് ഒന്ന് ഇച്ചിരി ഹാർഡാണ്. നമുക്കിങ്ങനെ പതിയെ ഒന്നൊന്ന് ഇത് കൊടുക്കണം ഗൈസ്. വിളിച്ച് നീണ്ടു പോവാണെങ്കിൽ സോറി. നമുക്കിങ്ങനെ പതിയെ കൊടുക്കണം. എൻ്റെ കുറേ എണ്ണം മിസ്സായി. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അവിടെ ഇനി 3 എണ്ണം, ഞാൻ അവിടെ 2 എണ്ണം കൂടെ മതി. ഇനിയിപ്പം അത് കഴിഞ്ഞില്ല, ജസ്റ്റായിരുന്നു ഗായ്സ് അത്. അങ്ങനെ നമ്മുടെ ഇപ്പം അവിടെ 11ആയി. 12 ഉണ്ട്. അവിടെ കൊടുക്കണ്ട. ഇവിടെ കൊടുക്കണ്ടെന്നല്ല, അവിടെ കൊടുക്കണം. ഇവിടെ കിട്ടുന്നില്ലല്ലോ ഗൈസ്. അങ്ങനെ 1 എണ്ണം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കുറേ ഗിഫ്റ്റ്സ് ഇല്ല. ഓക്കെ, ഇനി അവിടെ 5 എണ്ണം കൂടെ. ഓക്കെ. ഇനി ഇവിടെ 10 എണ്ണം. ഓക്കെ. അവിടെ കറക്റ്റ് വരുമ്പോൾ കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് ഈ വെർജൻ കളിക്കാം. ഓക്കെ, വീട്ടിനകത്ത് എറിയാൻ പറ്റത്തില്ല ഗൈസ്. നേരെ ഇതിൻ്റെ
ഇതിനകത്തിടണം. അങ്ങനെ നമ്മൾ വീണ്ടും തോറ്റിരിക്കുന്നത് ഗൈസ്. ഈ സാൻഡായിരുന്നു ഇതന്നെ സംഭവിക്കുന്നത്. ഞാനിവിടെ പോകുന്നത് ഗൈസ്. ഈ സാൻഡയുടെ ഇത് നാം വേറെ എന്തെങ്കിലും എപ്പിസോഡ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ ഗൈസ്. എന്നെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല. നമ്മുടെ ട്രെയിൻ പിടിച്ച് നമുക്ക് തന്നെ തിരിച്ചു പോകാം. ഈ സാൻഡയുടെ പണിയൊന്നും നമുക്ക് പറ്റത്തില്ല ഗൈസ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങൾക്ക് അറിയാമായിരിക്കും വീണ് കഴിഞ്ഞാൽ അതിനകത്ത് പൈസ കിട്ടുമെന്ന്. ഈ വർഷത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വർഷത്തിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സ്നോബോൾസ് കിട്ടും. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനിൽ കയറി ഇവിടെ ഒന്ന് പോയി നോക്കാം എന്തായെന്ന്. നമ്മളങ്ങനെ പതിയെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാറും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. പൊട്ടൻ ട്രെയിനാണ്. പിന്നെ ട്രെയിനിൽ കയറുമ്പോൾ പാട്ടൊക്കെ ഉണ്ടാകും. ഇതാണ് നമ്മൾ ഡെലിവറി ചെയ്തിരിക്കുന്ന വീടുകൾ. ഇനി നമ്മൾ ഇവിടെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലാണ് ഇനി പോകാൻ പോകുന്നത്. ഇവിടുത്തെ നമ്മൾ കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ ഇവിടെ കടപ്പുണ്ടോ എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് ഓടാം. യെസ് ഗൈസ്, ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ഗിഫ്റ്റ്. ഗൈസ് ഇതെനിക്ക് എടുക്കാനും പറ്റത്തില്ല. ഇത് ഗൈസ് ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ വെച്ചാൽ ഇത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ വണ്ടി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവാം. പോലീസ് സ്റ്റേഷനിൽ ഇപ്പം പുതിയ അപ്ഡേഷൻ എന്തൊക്കെയാണ് വന്നേക്കുന്നത് നമുക്ക് നോക്കാം. വണ്ടി ഇവിടെയൊക്കെയാണ് നമുക്ക് ഗിഫ്റ്റ് എടുക്കാൻ താമസിച്ചു പോയത്. അവിടെയാണ് നമ്മൾ കാള്. ഓഹോ ഞാൻ നേരത്തെ അറിഞ്ഞു എൻ്റെ ഡ്രൈവിംഗ് ഇച്ചിരി മോശമാണ്. പോലീസ് സ്റ്റേഷൻ്റെ വഴിയൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഈ വഴിക്കോടാണ്. ഒട്ടേക്ക് തിരിച്ച് ഈ വഴിക്കോടാണ് നമ്മൾ ആദ്യം വന്നപ്പോൾ ക്രാഷായി വീണത്. ഇപ്പം ക്രാഷായില്ല, പക്ഷെ ഇടിച്ചിന്ന്. പക്ഷെ കുഴപ്പമില്ല, പോലീസ് സ്റ്റേഷനിൽ പോവാം. ഇവരുടെ ഡാൻസ് ഇപ്പോഴും ഉണ്ടോ? ഓടാ. എന്നെ അടിക്കുന്നു പോടാ. എൻ്റെ പൈസ ഞാനങ്ങ് എടുത്തോണ്ട് ഓടാ. നീ ഓടാ. ഇവനെ അടിക്കാൻ വരുവാടാ. ഇവനും ഓടുക. പക്ഷേ രണ്ടുപേരും നല്ല ആരാ. മറ്റേ നടുക്കുന്നവരേ ഉള്ളൂ ചീത്ത. ഞാൻ എന്ന് നോക്കുമ്പോൾ എടുത്ത ഗേറ്റ് തുറന്നെടുക്കും. ഇന്നും അത്രേ അടഞ്ഞുള്ളൂ. അപ്പോൾ നമ്മുടെ കാളിനെ നോക്ക്, നമ്മുടെ കൂട്ടുകാരനെ നോക്കിയിട്ട് വരാം. അവൻ നേരത്തെ ഈ ജയിലിൽ പെട്ട് അടഞ്ഞ്. അവനോട് ചോദിക്കുക എന്തുവാ നടന്നതെന്ന്. അവൻ കാളിപ്പം നമ്മളോട് പറയുവാണ് അവൻ എങ്ങനെ ഈ ജയിലിൽ പെട്ടതെന്ന്. അവൻ ബാങ്ക് മോഷ്ടിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഓടിക്കൊണ്ടിരുന്നപ്പം അവൻ്റെ കാറിൽ നിന്ന് ആരോ ടയർ എടുത്തുകൊണ്ട് ഓടിയിരിക്കുകയാണ് ഗൈസ്. ആ ടയർ കൊണ്ട് ഓടിയവൻ്റെ കൂട്ടുകാരനും വന്ന് അവർ രണ്ടുപേരും മോഷ്ടിച്ചിട്ട് ഓടുവാണ്. കാളവിടെ പെട്ടിരിക്കുകയാണ്. കാളിൻ്റെ കൂടെ പോലീസും ഉണ്ട്. അപ്പോൾ അവരോട് ബൈക്കുകാരനെ കാണുവാണ്. അപ്പോൾ അവരെ താഴെ ഇട്ടിട്ട് അവരോടുകയാണ് നമ്മുടെ കൂട്ടുകാരൻ. അവൻ്റെ പോലെ ഇപ്പം പോലീസായിട്ടുണ്ട്. ഇപ്പം ഇവൻ മാത്രമല്ലല്ലോ, മറ്റവനും പെടണ്ടേയല്ലേ, കാണണ്ടേയല്ലേ ജയിലിൽ. ഇവിടെ മറ്റൊരു കൂട്ടുകാരൻ വന്നിരിക്കുകയാണ്. അപ്പോൾ മറ്റവൻ അതിനകത്ത് ചാടിക്കേറി. അപ്പം നമ്മുടെ ഈ കൂട്ടുകാരൻ ഇങ്ങനെയാണ് വെട്ടത്. മറ്റവൻ അങ്ങ് എസ്കേപ്പായി. ഇവിടെ പൈസ തെറിപ്പിച്ചുകൊണ്ട് ഓടുവന്ന്. നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ പോലീസിൻ്റെ അവിടെ പെട്ടുകയും ചെയ്ത്. അവന് ഓടാനും പറ്റിയില്ല. ഞാനിത് കേട്ടങ്ങ് കടന്നു.
ഇവിടെ പ്ലെയർ ഇപ്പം ഡാൻസ് കളിക്കുവാണ്. ഓക്കെ, അവൻ ഇപ്പം പറഞ്ഞെടുത്ത് നമ്മളിപ്പം പോകണം. നമുക്കിപ്പം അവൻ അവിടെ ആളെ കാണാനാണ് പറഞ്ഞത്. നമ്മളെ വണ്ടി ഇവിടെ വണ്ടി കാണുന്നില്ല, പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ പോലീസിൻ്റെ വണ്ടി ഉണ്ടല്ലോ. ആരാന്ന് അറിയത്തുമില്ല, നമുക്ക് ഇതിനകത്തുനിന്ന് എസ്കേപ്പ് പോകാം. ഓ, ഇവൻ ഇവിടെ വന്ന് ഇടിച്ചു. ഇവൻ ഇവിടെ വന്ന് ഇപ്പോഴാണ് ഇരുന്നത്. ഞാൻ മാത്രമല്ല, ഏത് വണ്ടി വന്നാലും ഇപ്പം ഇടിച്ചേനെ. ഏതാണ്ട് ഈ വണ്ടി ഇപ്പോൾ വന്ന് ഇടിച്ചേനെ വന്ന്. എന്നെക്കാട്ടും നല്ലത് ഞാൻ അവനെ അങ്ങ് ഇടിച്ച്. അവൻ കാണാൻ പറഞ്ഞ ഒരാൾ ഈ വരിയാന്ന് അവൻ പറഞ്ഞു. ഈ ലൊക്കേഷൻ പറയുന്നത് ഈ വരി എന്തോ ഇങ്ങോട്ട് ഇരിക്കണോ? ഓക്കെ 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 ഇടിക്കല്ലേ. ആ ശരി, പാർക്കിൻ്റെ അകത്ത് നിൽക്കും. ഓക്കെ, നമ്മുടെ പോലീസിൻ്റെ ഇതും പോയി. ഇപ്പം മറ്റേനല്ലേ മറ്റേ ഹെലികോപ്റ്ററിൽ പോയി പറന്ന്. ഇതിൻ്റെ എന്തൊക്കെയാണ് ഇരിക്കുന്നത്? ഇവനോട് നമുക്ക് കാര്യം പറഞ്ഞു നോക്കാം. ഓക്കെ നമ്മുടെ കാർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വന്ന കാർ എന്ത് ചെയ്തു? അങ്ങോട്ടൊക്കെ ഇടിച്ചിട്ട് നമുക്ക് ഇനി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്നൊരു കാർ എടുത്തുകൊണ്ട് വരണം. പോലീസ് സ്റ്റേഷൻ്റെ പുറേ ഏത് കാറാണ് ഇപ്പോൾ ഇരിക്കുന്നത്? അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ പുറയിൽ നിന്നൊരു കാർ എടുത്തുകൊണ്ട് വരണം. ആ കാർ നമുക്ക് അവിടെ വെച്ച് റേസ് ഇടണം. അങ്ങനെയാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ഇടിക്കും. എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. ആണ് ഇവിടെ ഒരു സ്കൂട്ടർ. ഗൈസ്, ഇനിയാണ് ഇപ്പം അവിടെ കുറേ നേരമായി. അതുകൊണ്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നാളെ ഇടാം. താങ്ക് യു.